7 മണിക്ക് ശേഷം ഇവിടുത്തെ സ്ത്രീകളുമായിട്ടുള്ള വരവ് നമ്മൾ തടയും. അത് നമ്മൾ തടയും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ഇവിടെ പ്രശ്നങ്ങളായതാണ്. ഇവിടെ അടി വരെ എത്തിയതാണത്. ആ പ്രശ്നങ്ങൾ അത് പിന്നെ പഞ്ചായത്തിൽ നമ്മൾ അറിയിച്ച് അവർ ന്യായമായ രീതിക്ക് ഒരു ക്യാമറയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം കുറേ വലിയ ശല്യങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ മദ്യപാനികളും അത് പറയാൻ പറ്റൂല, സ്വാഭാവികമായിട്ട് വന്നവർ കഴിക്കുന്നു പോകുന്നു. അവരെ കൊണ്ട് അങ്ങനെയുള്ള ശല്യങ്ങളില്ല. അവർ വരുന്നു, ഇപ്പോൾ ശകലം വല്ലതും കഴിക്കുന്നു, അവർ പോകുന്നു. 5 മണിയാകുമ്പോൾ ഇവിടുന്ന് എല്ലാവരും പോകണം. രാത്രി 7 മണിക്ക് 8 മണിക്ക് പിള്ളേരെയും കൂട്ടി ഇവിടെ വരാൻ പറ്റില്ല. അത് വരാനുള്ള സ്ഥലമല്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോഴാണ് നമ്മളെ സ്റ്റേഷനിൽ നിന്ന് ക്യാമറ കൊണ്ടുവച്ചത്. മാനായിട്ട് എവിടെയെങ്കിലും കിടക്കണ്ടേ ഞങ്ങൾക്കും? അത് വേണ്ടേ? അതിന് കാണുകയോ ഇരിക്കുകയോ നിൽക്കുകയോ എന്ത് വേണേലും ചെയ്തോട്ടെ. പക്ഷേ ഈ രാത്രിയുള്ള വരവ് ശരി ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിനടുത്തൊക്കെ ഒരുപാട് മദ്യക്കുപ്പികളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വരാതിരിക്കുക, അതിന് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പെരുമാറുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെയും സംസാരം. കാരണം അത്രയേറെ ബുദ്ധിമുട്ട് അവർ അനുഭവപ്പെടുന്നുണ്ട്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ആംബിയൻസ് തന്നെയാണ് അമ്പൂരി വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയും പ്രശ്നം ഈ പറഞ്ഞ പോലെ തന്നെ നാട്ടുകാർ ആരോപിച്ചത് കണക്ക് തന്നെയാണ്. കാണാൻ കഴിയും, ഈ ഒരു വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് തന്നെയാണ് മദ്യക്കുപ്പികളുടെ അധികം കാഴ്ചയാണ് ഈ മദ്യക്കുപ്പികളുടെ കാണാൻ കഴിയുന്നത്. അതായത് മദ്യപാനികളുടെ നിരന്തരമായ സഹവാസം ഇവിടെ ഉണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. നല്ല പ്രകൃതി ഭംഗി കാണാനൊക്കെ. എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണല്ലേ? ഇഷ്ടപ്പെട്ടു. ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ? സെൽഫി ഒക്കെ എടുക്കണ്ടേ? എടുത്തു, എല്ലാം എടുത്തു. അപ്പൊ ഇനി അങ്ങോട്ട് ഇനി വെള്ളച്ചാട്ടത്തിലോട്ട് പോവാണ്. പാലം കടന്ന് കയറിയവരപ്പോൾ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ആനക്കുളം വെള്ളച്ചാട്ടം അല്ലെങ്കിൽ അമ്പൂരി വെള്ളച്ചാട്ടം. ഇതാണ് ആ മനോഹരമായ കാഴ്ച. ഇത് പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വെള്ളം കുറവായതുകൊണ്ട് തന്നെ ആ ഒരു ആംബിയൻസിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ആംബിയൻസാണ് ഈ ഒരു വെള്ളച്ചാട്ടം നൽകുന്നത്. ഇവിടെയും ഇപ്പോൾ ഒരുപാട് നിരവധി കാഴ്ചക്കാരാണ് അല്ലെങ്കിൽ വിനോദസഞ്ചാരികളൊക്കെ വരാറുള്ളൊരു സ്ഥലമാണ്. അമ്പൂരിയിലേക്ക് ഈ പാലവും ഈ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കാഴ്ചകൾ കാണുവാൻ വേണ്ടിയിട്ട് വരിക, ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരിക. ഈ നാട്ടുകാർ പറയുന്നത് പോലെ, നേരത്തെ നമ്മുടെ ഈ ചാനലിൽ കാണിച്ചതുപോലെ തന്നെ, നമ്മുടെ വിഷ്വലിൽ കണ്ടതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിനടുത്തൊക്കെ ഒരുപാട് മദ്യക്കുപ്പികളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വരാതിരിക്കുക, അതിന് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പെരുമാറുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെയും സംസാരം. കാരണം അത്രയേറെ ബുദ്ധിമുട്ട് അവർ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ക്യാമറയൊക്കെ വെച്ചത്. പക്ഷേ ഇപ്പോഴും അത് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. മദ്യപാനികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല ഇത് കാഴ്ചക്കാർക്ക്, വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ക്യാമറാമാൻ നന്ദകുമാറിനും അനന്തുവിനുമൊപ്പം ഫൈസൽ അസീസ്, ഓൺലൈൻ വാർത്ത, അമ്പൂരി.